Hi friends, welcome back to our channel. ഞാൻ പല്ലവി നായർ. നിങ്ങൾ കാണുന്നു പല്ലവിയൻ. അതുപോലെ തന്നെ ഈ വീഡിയോക്കും സ്നേഹം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫ്രണ്ട്സ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സ് ഫാമിലിയിലൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇത് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഇത് കടയിൽ നിന്ന് വാങ്ങിക്കാൻ പോയാൽ കുറഞ്ഞ 150 രൂപ വില വരും. അപ്പോൾ നിങ്ങളൊക്കെ ഇത് ഒരു പ്രാവശ്യമെങ്കിലും വാങ്ങിച്ച് കാണും. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്ക്കേണ്ടത്, എങ്ങനെയാണ് ഇത് ഇരിക്കുന്നത് ഒന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ ലാസ്റ്റ് വീഡിയോയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കാറുണ്ട്. അതുപോലെ ഈ കമൻറ്റ് ലാസ്റ്റ് വീഡിയോ ഒന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റാണ് ഈ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. നോക്കിക്കോളൂ. ബാഗ്, ഒരു പോക്കറ്റ് ഇവിടെ, ഒരു സിബ് ഇവിടെ, ഒരു സിബ് നോക്കിക്കോളൂ ഇങ്ങനെ. അപ്പോൾ ടോട്ടൽ ഇതുപോലെ 1 2 3 പോക്കറ്റ്സ് ആണ് നമ്മൾ ഇതിനകത്ത് തയ്ച്ചത്. വളരെ ഈസി ആയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും. മാഗ്നറ്റ് ബട്ടൺ ആണ് നമ്മളിവിടെ ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാഗ്നറ്റ് ബട്ടൺ എങ്ങനെ ഫിക്സ് ചെയ്യണം അതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് തയ്ക്കേണ്ടത് നോക്കാം. ഇത് ഞാൻ 3 പീസ് എടുത്തിട്ടുണ്ട്. 1 2 3 2 സിപ്പർ വേണം. ഇതുപോലത്തെ ഇതിൻ്റെ വിഡ്ത്ത് 9 16.5. ഒരു മെയിൻ ഫാബ്രിക് താഴെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ലൈനിങ്. അവിടെ എനിക്ക് കട്ടിയായിട്ട് വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ ലൈനിങ് യൂസ് ചെയ്തത്. നിങ്ങൾ അരിച്ചാക്കോ ക്യാൻവാസോ യൂസ് ചെയ്യാം ഇവിടെ. അതിൻ്റെ മുകളിൽ ഈ പീസ് ഇങ്ങനെ വെച്ചു. ഇനി ചുറ്റും നമുക്കൊരു സ്റ്റിച്ച് അടിച്ച് എടുക്കാം. നമ്മളിങ്ങനെ തയ്ച്ചെടുത്തിട്ടാകുമ്പം ഇതിന് നമുക്ക് 4.5 അഗൈൻ 4.5 അഗൈൻ ഒരു 4.5 മാർക്ക് ചെയ്യാം. 4.5 4.5 4.5 ഇത് റിമൈനിങ് ഉള്ളത് അങ്ങനെ വിടുക. എന്നിട്ട് നമുക്ക് ഈ ലൈനിനെ ഇങ്ങനെ സ്ട്രേറ്റ് വരച്ചെടുക്കാം. ഇതിന് നമുക്ക് രണ്ടായിട്ട് മടക്കാം. ഒരു 1/4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഒരു റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കാം. റൗണ്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഈ പീസ് നമ്മൾ റെഡിയായി. ഇതിനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 4.5 × 9 2 ലൈനിങ് 2 മെയിൻ ഫാബ്രിക്കും വേണം. അതിനകത്തുനിന്ന് നമുക്ക് ഇനി ഒരു ഫാബ്രിക്കും ഒരു ലൈനിങ് എടുക്കാം. ഇതിന് ഒരു സിപ്പ് എടുക്കാം. ലൈനിങ്ങിനെ ഇങ്ങനെ വയ്ക്കാം. സിപ്പിൻ്റെ നല്ല വശം ഇങ്ങനെ വയ്ക്കണം. ഫാബ്രിക്കിൻ്റെ നല്ല വശം ഈ സിപ്പിൻ്റെ ഫേസ് ടു ഫേസ് വയ്ക്കണം ഇങ്ങനെ. എന്നിട്ട് ഇവിടെ 1/4 ഇഞ്ച് യൂസ് ചെയ്ത് ഫുൾ ഇങ്ങനെ തയ്ച്ചെടുക്കാം. ഇത് നമ്മളിവിടെ അറ്റാച്ച് ചെയ്തു. ഇനി ഇതിൻ്റെ ബോട്ടമിലും ഇങ്ങനെ പക്കലേക്ക് കൂടെ 1/4 ഇഞ്ച് യൂസ് ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് അടിച്ചു കൊടുക്കാം. ഇവിടെ നമ്മൾ സ്റ്റിച്ച് അടിച്ചു കൊടുത്തു. ഇനി ഇവിടെ നിന്ന് ഈ വശത്തുനിന്ന് കൈ ഇട്ടിട്ട് ഇനി നമുക്കിങ്ങനെ മറച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു ടോപ്പ് സ്റ്റിച്ച് ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇവിടെ ടോപ്പ് സ്റ്റിച്ച് അടിച്ചു കൊടുത്തു. അതുപോലെ ഇവിടെ സ്റ്റിച്ച് അടിച്ചു. അപ്പോൾ ഇത് നല്ല ഫിനിഷിങ്ങിൻ്റെ കൂടെ നമ്മൾ സിബ് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. പീസ് എടുക്കാം. എന്നിട്ട് ഈ ലൈനിങ്ങിനെ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ചെടുക്കാം. എന്നിട്ട് ഈ സിബിൻ്റെ നല്ല വശം ഇങ്ങനെ വയ്ക്കുക. ഫാബ്രിക്കിൻ്റെ നല്ല വശം നോക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ വയ്ക്കാം. എന്നിട്ട് ആദ്യം തയ്ച്ച പോലെ തന്നെ 1/4 ഇഞ്ച് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇവിടെ നമ്മൾ സ്റ്റിച്ച് ഇട്ടെടുത്തു. തുറക്കുമ്പോൾ നോക്കിക്കോളൂ ഇങ്ങനെയാണ് ഇത് റെഡിയായി കിട്ടുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഇതിനെ തുറന്നിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് ഈ വക്കിലേക്കൂടെ ഇട്ട് കൊടുക്കണം. ടോപ്പ് സ്റ്റിച്ച് കൊടുത്തു. അപ്പം ഈ വശത്ത് ഇങ്ങനെ ഓപ്പൺ ആണ്. ഇത് നമ്മൾ നേരത്തെ ഫിനിഷിങ് ആക്കിയ വശമാണ്. ഇനി എന്തെന്ന് വെച്ചാൽ ഇതിനെ ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കണം. ഇതിവിടെ വരെ ഉരുട്ടിയെടുത്തിട്ട് ഈ ഭാഗത്തിനെ ഇങ്ങനെ മടക്കിയെടുക്കാം. ഇതിൻ്റെ അകത്ത് നമ്മൾ സ്റ്റഫ് ആക്കിയതാണ് അതിനെ. എന്നിട്ട് ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് അഗൈൻ 1/4 ഇഞ്ച് യൂസ് ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് ഇവിടെ ഇട്ട് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പം ഈ സ്റ്റഫ് ഇതിൻ്റെ അകത്താണ് ഉള്ളത്. ഇപ്പം ഇതിന് ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ട് വലിച്ചെടുക്കണം. ഫ്രണ്ട്സ് ഇവിടെ നമ്മൾ സ്റ്റിച്ച് ഇട്ടെടുത്തു. ഇനി ഇതേപോലത്തെ ഒരു സിബും കൂടെ എടുക്കാം. ഈ സിബിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണുള്ളത്. അപ്പം ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് വെച്ചിട്ട്
നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതിനെ ഇട്ടിട്ട് ഇങ്ങനെ മുകളിലേക്കൂടെ സ്റ്റിച്ച് ചെയ്തതിനെ ഫിക്സ് ചെയ്ത് എടുക്കാം. ഇവിടെയും നമ്മൾ സിബ് അറ്റാച്ച് ചെയ്തെടുത്തു. ഈ പാനൽ എടുത്തിരിക്കുന്നത് 3.5 × 9 ആണ് ഇത് എടുത്തിരിക്കുന്നത്. ഈ ലൈനിങ്ങിനെ താഴെ വയ്ക്കാം. ഈ സിബിനെടുത്ത് ഇതിൻ്റെ മുകളിൽ വയ്ക്കാം. എന്നിട്ട് ഈ ഫാബ്രിക്കിൻ്റെ റൈറ്റ് സൈഡ് ഈ സിബിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചെടുക്കാം. എന്നിട്ട് സെയിം പ്രോസസ്സ് ഫോളോ ചെയ്യാം. 1/4 ഇഞ്ച് യൂസ് ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, ഇവിടെ നമ്മൾ തയ്ച്ചെടുത്തു. ഇനി ഇതിനെ നമുക്ക് മുകളിലോട്ട് ഇങ്ങനെ ആക്കാം. ബാക്കിലത്തെ ലൈനിങ്ങും മുകളിലോട്ടാക്കാം. എന്നിട്ട് ഇവിടെ ഒരു ടോപ്പ് സ്റ്റിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം മൊത്തത്തിൽ നമ്മളൊരു ഫുൾ പാനലാണ് റെഡിയാക്കി എടുത്തത്. റോങ് സൈഡ് കാണിച്ചു തരാം. നല്ല ഫിനിഷിങ്ങിൻ്റെ കൂടെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തത്. ഇനി നമ്മൾ ഫസ്റ്റ് തയ്ച്ച പാനൽ നോക്കാം. അതിൽ നമ്മളിങ്ങനെ 3 മാർക്കിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് റൗണ്ട് സൈഡ് മുകളിലോട്ടാണ് ഇല്ലത് ഇതിൻ്റെ. ഫ്രണ്ട്സ്, ഫസ്റ്റ് പാനൽ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ താഴത്തെ ഒരു കോലം വിട്ടിട്ട് ഇവിടുത്തെ ലൈനിനെ നമുക്ക് 2ആയിട്ട് ഫോൾഡ് ചെയ്യാം. 9 ഇഞ്ചസ് ഉണ്ടായിരുന്നു, അപ്പോൾ 4.5 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് ചെയ്യാം. ഈ മാർക്കിങ്ങിൻ്റെ ഹൈറ്റ് വന്നിട്ട് 1.5 ഇഞ്ച് നമ്മളിവിടെ കൊടുക്കാം. 1.5 ഇഞ്ചിൽ ഇങ്ങനെ മാർക്കിംഗ് ചെയ്യാം. മാഗ്നറ്റ് ബട്ടൻ്റെ താഴത്തെ പോർഷൻ ഇവിടെ വെച്ച് കൊടുക്കാം. ഇത് വെച്ച് 2 കട്ട് കൊടുക്കണം. ഇങ്ങനെ കുഞ്ഞ 2 കട്ട് കൊടുക്കണം. എന്നിട്ട് ആ ബട്ടൺ ഇതിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്യണം. ഫ്രണ്ട്സ്, നമ്മളിത് ഇവിടെ ഈ ബട്ടൺ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് സൈഡ് എടുക്കാം. ഈ ലോക്ക് ബാക്ക് സൈഡ് എടുത്തു. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച പാനൽ എടുക്കാം. ഈ 4.5 വെച്ച ഭാഗം താഴെ എടുക്കുകയാണ്. ഇവിടെ താഴെ നിന്ന് മുകളിലോട്ട് 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഈ ഫസ്റ്റ് പാനൽ ഇവിടെ വെച്ച് നമുക്ക് തയ്ച്ചെടുക്കാം. കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇതിനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇങ്ങനെ ഫ്രണ്ട്സ്, ഇത് നമ്മളിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. 1.5 ഇഞ്ച് വീതി വരുന്ന ഒരു സ്ട്രിപ്പ് മുറിച്ചെടുത്തു. ഈ വക്കിനെ നമുക്ക് ഫിനിഷിങ് കൊടുക്കണം. ഇവിടെ വെച്ച് ഇങ്ങനെ തയ്ച്ചിട്ട് ഇവിടെ വരെ ഇതിനെ നമുക്ക് തയ്ക്കാം. എന്നിട്ട് ബാക്കിലോട്ട് മറിച്ചിട്ട് ഈ റിമൈനിങ് ഉള്ളത് ഇങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഒരു പൈപ്പിംഗ് ഇതുപോലത്തെ റെഡിയാക്കി എടുക്കാം. ഇതാണ് നമ്മൾ ഇവിടുന്ന് 4.5 നമ്മൾ മാർക്ക് ചെയ്ത് അവിടം വരെ ഇതിനെ ഫോൾഡ് ചെയ്യാം. ഈ സിബ് വരുന്ന അവിടം വരെ വരും. ബിക്കോസ് അവിടെയാണ് നമ്മൾ 4.5 വെച്ചത്. ഓൾപ്പിൻ വെച്ച് ഒന്ന് സെറ്റ് ചെയ്യാണ് ഞാൻ. ഇവിടുന്ന് ഇവിടം വരെ ഒരു സ്റ്റിച്ച്, ഇവിടുന്ന് ഇവിടം വരെ ഒരു സ്റ്റിച്ച് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 4.5 ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് തയ്ച്ചെടുത്തു. ഇനി ഇതിനെ നമുക്ക് മടക്കി സെറ്റ് ചെയ്ത് നോക്കാം. ഇവിടുന്ന് കറക്റ്റ് ഇങ്ങനെ മടക്കാം. ഇങ്ങനെ മടക്കിയിട്ട് നമ്മളിവിടെ ബാക്കിൽ എക്സ്ട്രാ വരുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കാം. നമ്മൾ 2 പീസും ഈക്വൽ ആയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അതേപോലെ ഇവിടെ സിബിൻ്റെ മുകളിൽ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 സ്റ്റിച്ച് ഇട്ടിട്ട് കാണാം. 2 സ്റ്റിച്ച് ഇട്ടു. നമ്മളിവിടെ കാണിച്ചു തരാം. ഒരു പോക്കറ്റ്, ഇത് സെക്കൻഡ്, അതുപോലെ ഇത് നമ്മൾ തേർഡ് പോക്കറ്റ് ഉണ്ടോ. ഇവിടെ സ്റ്റിച്ച് ഇടണം. അത്ര ഇങ്ങനെ തേർഡ് വൺ. ഇനി നമുക്ക് ഒന്നും കൂടെ ഇതിനെ മടക്കാം. ഇങ്ങനെ മടക്കിയിട്ട് 4.5 ഇഞ്ച് മടക്കിയിട്ട് ഒന്നും കൂടെ ഇതിനെ മടക്കി നോക്കാം. നമുക്ക് മാഗ്നറ്റിൻ്റെ നെക്സ്റ്റ് പാർട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. കുറച്ച് ചോക്ക് ഇങ്ങനെ പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് ഇതിന് മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ മാർക്കിംഗ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഒരു ലെയർ വിടണം.
ഒരു ലെയർ വിട്ടിട്ട് നമ്മൾ ലൈനിങ് ഇത് ഓപ്പൺ ഇല്ലേ, ഈ രണ്ടിനുമാണ് നമ്മളിനി ഹോളിടാൻ പോകുന്നത്. ഈ ബാക്കിലത്തെ ഫസ്റ്റ് റെഡിയാക്കിയ പാനൽ വിടുക. എന്നിട്ട് ഇത് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ സെക്കൻഡ് പാർട്ട് ഇതിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു, സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റും ഒരു പൈപ്പിംഗ് വെച്ച് കൊടുത്താൽ നമ്മൾ ബാഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്ന് കാണുമ്പോൾ സന്തോഷമാണ്. ഇതുപോലെ ഓരോന്ന് നിങ്ങൾക്ക് എന്താ വേണ്ടത് അത് പറയാം. ഇതിപ്പോൾ ഒരു ചാനലിൽ വന്ന റിക്വസ്റ്റ് ആയിരുന്നു ക്ലച്ച് ബാഗ്സ് കാണിക്കാൻ വേണ്ടിയിട്ട്, ഹാൻഡ് ബാഗ്. അതുകൊണ്ടാണ് ഇത് ഞാൻ അപ്ലോഡ് ചെയ്തത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കല്ലേ പറയണുള്ളൂ ഫ്രണ്ട്സ്. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറയാറില്ല കൂടുതൽ. എന്തുകൊണ്ട് വെച്ചാൽ ഇഷ്ടമുള്ള ഫ്രണ്ട്സ് മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വല്ലപ്പോൾ കാണുന്ന ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതെന്നേ ഞാൻ പറയത്തുള്ളൂ. ഡെഡ് സബ്സ്ക്രൈബർ വേണ്ട. അപ്പം സിരൻ പല്ലവിൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ള ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഓൾ കൊടുക്കുക. എന്നാലേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം ആദ്യ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇതിൻ്റെ വീതി വന്നിട്ട് 1.5 ഇഞ്ചാണ്. ഇതിനെ നമുക്ക് ഈ വശത്തുനിന്ന് ഇവിടുന്ന് വെക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെ വെക്കണമെന്ന് വെച്ചാൽ കുറച്ച് വെളിയിലോട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അതിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ഫുള്ള് ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ചുറ്റും ഇതിനെ 1 ഫുട്ടിൻ്റെ അളവിൽ അടിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, ഇതുപോലെ നമ്മൾ ഫുള്ള് അറ്റാച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഞാൻ നോച്ചസ് ഇട്ട് കൊടുത്തു കർവുള്ള സ്ഥലത്ത്. ഇനി നമുക്ക് ഈ പൈപ്പിങ്ങിനെ ഇങ്ങനെ വെളിയിലോട്ട് എടുക്കാം. പൈപ്പിംഗ് വെച്ചത് അകത്തത്തെ സൈഡിൽ നിന്നാണ്, ഫോൾഡ് ചെയ്യുന്നത് വെളിയിലേത്തെ സൈഡിലാണ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ തുണി മിച്ചം വരും. ആ തുണീനെ നമ്മൾ സ്റ്റിച്ചിൻ്റെ ഇവിടം വരെ ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. എവിടെയാണ് നമ്മൾ അടിച്ച സ്റ്റിച്ച് വരുന്നത് അവിടം വരെ ഇങ്ങനെ ഇതിനെ ഫോൾഡ് ചെയ്യണം. എന്നാലേ നമുക്ക് പൈപ്പിംഗ് ഘനത്തിൽ കിട്ടത്തുള്ളൂ. എന്നിട്ട് ഇങ്ങനെ അതിനെ പിടിച്ചിട്ട് ഒരേ അളവിൽ പിടിച്ചിട്ട് ഫുള്ള് നമുക്ക് തയ്ച്ചെടുക്കാം. പൈപ്പിംഗ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഫുള്ള് പൈപ്പിംഗ് ചെയ്തെടുത്തു. എന്നിട്ട് അകത്തുനിന്ന് ഇവിടുന്ന് ഈ ലേസ് ഞാൻ വെച്ചെടുത്തു. എൻ്റെ കയ്യിൽ ഒരു മൾട്ടി കളർ ലേസ് ഉണ്ടായിരുന്നു, എടുത്ത് ഇതുപോലെ വെച്ചെടുത്തു. ഫുള്ള് ഉണ്ടെങ്കിൽ വെക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് മാത്രം കൊടുത്താൽ മതി. ഇതുപോലെ ഇരിക്കും പൈപ്പിംഗ് മാത്രം ആകുമ്പോൾ. നോക്കിക്കോളൂ, ഇത് കാണുന്ന പോലെ ഇരിക്കും. ഇത് നല്ല ഭംഗിയായിരിക്കും. ഇത് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ വെച്ചതാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു ഷെയറും. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.